ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ടിപ്പെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഐഫോണിൻ്റെ ടച്ചിൻ്റെ സെൻസിറ്റിവിറ്റി എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നത്. ഇത് എങ്ങനെയെന്ന് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി എല്ലാം വർദ്ധിപ്പിക്കുന്നത് എന്നെല്ലാം നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഐഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടച്ച് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഹാപ്റ്റിക് ടച്ച് എന്നൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഒന്ന് സ്ലോ എന്നതാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിഫോൾട്ട് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഫാസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്ലോ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ടച്ച് ഡ്യൂറേഷൻ ടെസ്റ്റ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടച്ച് ആൻഡ് ഹോൾഡ് ദി ഇമേജ് അബൌട്ട് ടു ടെസ്റ്റ് ദി ടച്ച് ഡ്യൂറേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓപ്പണായി വരുന്നതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ഇനി നിങ്ങൾ ഫാസ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇമേജ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ വളരെ ഫാസ്റ്റായി ഈ ഇമേജ് എല്ലാം തന്നെ ഓപ്പൺ ആകുന്നുണ്ട്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഗാലറിയിലുള്ള പിക്ചറിൻ്റെ കാര്യമായാലും ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫാസ്റ്റ് എന്നതിൽ ഇട്ടതിന് ശേഷം മാപ്സ് എന്നതിൽ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നത് കാണാം. എന്നാൽ വീണ്ടും ഞാൻ ഈ ഒരു ഓപ്ഷൻ എല്ലാം മാറ്റിയതിന് ശേഷം ഫാസ്റ്റ് മാറ്റി ഇപ്പോൾ ഞാൻ സ്ലോ എന്നാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ സ്ലോ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാപ്പ് എന്നതിൽ ഞാൻ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഓപ്ഷൻ എല്ലാം എനേബിൾ ആകുന്നത്. അതായത് ഇതിന് കുറേ അധികം ഡിലേ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു റെസ്പോൺസ് എല്ലാം തന്നെ വളരെ കൂടുതലാക്കുന്നതിന് അല്ലെങ്കിൽ വളരെ ഇമ്മീഡിയറ്റായി നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം വർക്ക് ചെയ്യുന്നതിനാണ് ടച്ച് ഡ്യൂറേഷൻ ഇത് സെൻസിറ്റിവിറ്റി എല്ലാം തന്നെ ഫാസ്റ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു കാര്യമെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജ് എല്ലാം ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴോ നിങ്ങൾക്ക് ഈ വ്യത്യാസം എല്ലാം കാണാൻ സാധിക്കും. സ്ലോ അതുപോലെ ഡിഫോൾട്ട് ഫാസ്റ്റ് ഇതിലെല്ലാം ഇട്ടതിന് ശേഷം ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഈ വ്യത്യാസമെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഫാസ്റ്റായി നിങ്ങൾക്ക് ഇതിൻ്റെ റെസ്പോൺസ് എല്ലാം ലഭിക്കണമെങ്കിൽ ഫാസ്റ്റ് എന്ന ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്